ഹലോ മൈ ഡിയേഴ്സ്, റാഫീസ് കിച്ചണിൽ നിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് നെയ്ച്ചോറിന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചില്ലി ചിക്കന്റെ റെസിപ്പിയുമായിട്ടാണ്. ഒരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ഒരു വലിയ ചെറുനാരങ്ങയുടെ നീര്, 3 മുട്ടയും ചേർത്ത് ചിക്കൻ അതിലേക്ക് ചേർത്ത് മസാല ചിക്കനിലേക്ക് നന്നായി ചേർത്ത് പിടിപ്പിക്കുക. ഞാൻ 3 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിന്റെ ഒരു അളവാണ് കേട്ടോ പറയുന്നത്. 1 കിലോ ചിക്കന്റെ അളവ് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇളക്കി കുഴച്ചെടുത്ത ചിക്കനിലേക്ക് 150 ഗ്രാം കോൺഫ്ലവർ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് 3-4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഫ്രിഡ്ജിലാണ് വെക്കുന്നതെങ്കിൽ മസാല അതിലേക്ക് നന്നായി പിടിച്ചു കിട്ടും. റെസ്റ്റ് ചെയ്തെടുത്ത ചിക്കനിലേക്ക് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 3 ടേബിൾ സ്പൂൺ മൈദയും ചേർത്ത് ചിക്കൻ നമുക്ക് പൊരിച്ചെടുക്കാം. മൈദയും അരിപ്പൊടിയും ചേർക്കേണ്ടത് ചിക്കൻ പൊരിക്കുന്നതിന്റെ തൊട്ട് മുമ്പാണ് കേട്ടോ. ഇനി ഒരു ചട്ടിയിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചിക്കൻ അതിലേക്ക് കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ട് കൊടുക്കണം. തീ കുറച്ചു കൊടുത്ത് ബ്രൗൺ ഗോൾഡ് നിറമാകുന്നവരെ എണ്ണയിൽ പൊരിച്ചെടുക്കണം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയിലാണ് പൊരിക്കുന്നത് ടേസ്റ്റ് എങ്കിലും വെളിച്ചെണ്ണയിൽ പൊരിച്ചത് അധിക സമയം ഇരുന്നു കഴിഞ്ഞാൽ ചിക്കൻ ഹാർഡായി പോകാൻ സാധ്യതയുണ്ട്. 4 കാപ്സിക്കം അതിലേക്ക് സ്ക്വയറായി അരിഞ്ഞെടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 കളറിലുള്ള കാപ്സിക്കമാണ്. ഒരു കളർഫുള്ളിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഉള്ളതെങ്കിൽ അത് ഇതുപോലെ സ്ക്വയറായി അരിഞ്ഞെടുക്കണം. 3 സവാളയും ഇതുപോലെ സ്ക്വയറായി അരിഞ്ഞെടുക്കണം. അതിന്റെ കൂടെ ഓണിയൻ ലീവ്സ്, ഉള്ളിയുടെ ഇല, അതിന്റെ തണ്ടും ഇലയും ഇതുപോലെ അരിഞ്ഞെടുത്ത് മാറ്റിവെക്കണം. ഒരു പാത്രത്തിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് 100 ഗ്രാം കോൺഫ്ലവറും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് മാറ്റിവെക്കണം. മറ്റൊരു ചെമ്പിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഓയിൽ ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കണം. സ്ലൈസാക്കി അരിഞ്ഞു വെച്ചതായ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് അതിൻ്റെ കൂടെ കറിവേപ്പിലയും 10 പച്ചമുളകും നെടുകെ കീറിയത് ഇട്ട് കൊടുക്കണം. നേരത്തെ തയ്യാറാക്കി വെച്ച ക്യാപ്സിക്കം അതിലേക്ക് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. 3 ടേബിൾ സ്പൂൺ ചില്ലി സോസും 3 ടേബിൾ സ്പൂൺ സോയാ സോസും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച കോൺഫ്ലവർ മിശ്രിതം ചേർത്ത് കൊടുത്ത് ഒന്ന് തിളച്ചു വരുമ്പോൾ അതിലേക്ക് ചിക്കൻ ചേർത്ത് ഇളക്കി മറിച്ച് സെറ്റാക്കി വെക്കുക. നേരത്തെ അരിഞ്ഞു വെച്ചതായ സ്പ്രിംഗ് ഓണിയനും കൂടി അതിലേക്ക് ഇളക്കി യോജിപ്പിച്ചു കൊടുത്താൽ ടേസ്റ്റിയായ നമ്മുടെ അടിപൊളി ചിക്കൻ ചില്ലി ഇവിടെ റെഡി. നെയ്ച്ചോറിന്റെ കൂടെയാണ് ഞങ്ങൾ ഇന്നിവിടെ ചിക്കൻ ചില്ലി തയ്യാറാക്കിയത്. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ചെയ്ത് കൂടണേ. സബ്സ്ക്രൈബ് ചെയ്യണേ. കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അറിയിക്കണേ. ലൈക്ക് ആൻഡ് ഷെയർ മറക്കല്ലേ കൂട്ടരെ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.